ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പെയറിൻ്റെ SCERT ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യ ചരിത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 10ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് അതിൻ്റെ തുടർച്ചയാണ്. കാരണം തൊട്ടടുത്ത ചാപ്റ്ററാണ് സംസ്കാരവും ദേശീയതയും എന്ന ഈ ഒരു പാഠഭാഗം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രസിദ്ധമായ പുസ്തകത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഇന്ത്യയുടെ നാനാത്വം വമ്പിച്ചതാണ്, അത് പ്രത്യക്ഷമാണ്, അത് ഉപരിതലത്തിൽ പൊന്തി നിൽക്കുന്നു, ആർക്കും കാണാൻ വിരോധമില്ല. മുഖത്തിലും ആകൃതിയിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഭാഷയുടെ കാര്യം പറയേണ്ടതുമില്ലല്ലോ. ബംഗാളികൾ, മഹാരാഷ്ട്രർ, ഗുജറാത്തികൾ, തമിഴർ, ആന്ധ്രാപ്രദേശക്കാർ, ഒറിയക്കാർ, സിന്ധികൾ, പഞ്ചാബികൾ, ആസാംകാർ, കർണാടകക്കാർ, മലയാളികൾ, പഠാണികൾ, കാശ്മീരികൾ, രജപുത്രർ, ഹിന്ദുസ്ഥാനി ഭാഷക്കാരായ വമ്പിച്ച മധ്യദേശക്കാർ, ഇവരെല്ലാം അനേകം നൂറ്റാണ്ടുകളായി തങ്ങളുടെ പ്രത്യേകമായ വ്യത്യസ്ത ധർമ്മങ്ങൾ പുലർത്തി പോന്നിട്ടുണ്ട്. പല കഥകളിലും രേഖകളിലും പറഞ്ഞിട്ടുള്ള അതേ ഗുണദോഷങ്ങൾ ഇന്നും അവരിലുണ്ട്. എന്നിട്ടും ആ യുഗാന്തരങ്ങളിൽ അവർ ദേശീയമായി ഒരേ പൈതൃകത്തോടും മാനസികവും ധാർമ്മികവുമായി ഒരേ തരത്തിൽപ്പെടുന്ന ഗുണവിശേഷങ്ങളോടുകൂടി ഭാരതീയരായി തന്നെ ഇരുന്നു. ജീവത്തും ചൈതന്യപൂർണവുമായ എന്തോ ഒന്ന് ഈ പൈതൃകത്തിലുണ്ടായിരുന്നു. ജീവിതത്തെയും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയും സംബന്ധിച്ച് കൈക്കൊണ്ട മനോഗതിയിലും ജീവിത രീതികളിലും അത് പ്രത്യക്ഷപ്പെട്ടു. ഇന്ത്യയുടെ ഏകത്വം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിമേൽ ബുദ്ധിയുടെ വെറുമൊരു സങ്കല്പം മാത്രമല്ല, എന്നെ ആവേശിച്ചടിപ്പെടുത്തി കളഞ്ഞ വൈകാരികമായ ഒരു അനുഭവമാണ്. യാതൊരു രാഷ്ട്രീയ വിഭജനത്തിനും ആപത്തിനും മഹാനാശത്തിനും കീഴടക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രയും ബലിഷ്ഠമായിരുന്നു കാതലായ ആ ഏകത്വം. ഇന്ത്യയെ കണ്ടെത്തൽ, ജവഹർലാൽ നെഹ്റു. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ ദേശീയ ബോധമാണ് അദ്ദേഹം പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏകത്വത്തെയാണ് നെഹ്റുവിൻ്റെ വരികൾ വെളിപ്പെടുത്തുന്നത്. ഈ ഏകത്വമാണ് ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിൻ്റെ അടിസ്ഥാനം. ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലിന് നിരവധി ഘടകങ്ങൾ കാരണമായി. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യമാണ് ദേശീയത. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ ദേശീയ ബോധം വളർത്തിയെടുത്തത് എങ്ങനെയാണെന്ന് മുൻ പാഠഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. അതോടൊപ്പം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുണ്ടായ നിരവധി മാറ്റങ്ങളും ഇന്ത്യൻ ജനതയുടെ ദേശീയ ബോധത്തെ ശക്തമാക്കി. ഇന്ത്യയുടെ ദേശീയതയെ രൂപപ്പെടുത്തിയ വിവിധ സാമൂഹിക സാംസ്കാരിക ഘട്ടങ്ങളെയാണ് നാം ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സാംസ്കാരിക രംഗത്തും ആശയതലങ്ങളിലും 2 തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ സാംസ്കാരിക രംഗത്തും ആശയതലങ്ങളിലുമുള്ള 2 തരത്തിലുള്ള പ്രതിഷേധങ്ങൾ. പഠിച്ചു വെക്കുക, പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് വരാവുന്നതാണ്. ഒന്നാമത്തെ പ്രതിഷേധം ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങൾക്കും തിന്മകൾക്കും അവകാശ നിഷേധങ്ങൾക്കും എതിരായവ. അപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു പ്രതിഷേധം ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങൾക്കും തിന്മകൾക്കും അവകാശ നിഷേധങ്ങൾക്കും എതിരായവ. രണ്ടാമതൊന്ന് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ ചൂഷണത്തിനെതിരെ. അപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന ചില അനാചാരങ്ങൾക്കും ദുരാചാരങ്ങൾക്കും എതിരെയും പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. പിന്നീട് ഇവിടെ വന്ന സാമ്രാജ്യത്വ ശക്തികൾ, ബ്രിട്ടൻ ഉൾപ്പെടെ ഉള്ള സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ജനതയുടെ സാംസ്കാരികവും ആശയപരവുമായ ഇടപെടലും
പ്രതിഷേധവും സാമൂഹിക ജീവിതം, വർത്തമാന പത്രങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, കല തുടങ്ങിയ വിവിധ മേഖലകളിൽ സ്വാധീനം ചെലുത്തി. ഈ രംഗങ്ങളുണ്ടായ മാറ്റങ്ങൾ ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിന് വഴിയൊരുക്കി. അപ്പോൾ ഇന്ത്യക്കാരുടെ പൊതുശത്രുവാണ് ഒന്ന് ഇവിടെ നിലവിലുണ്ടായിരുന്ന ജാതി വ്യവസ്ഥ, മറ്റൊന്ന് സാമ്രാജ്യത്വ ശക്തികൾ. ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ എല്ലാ രംഗങ്ങളിലും സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, കല, സാഹിത്യ രംഗങ്ങളിലെല്ലാം നമുക്ക് അതിൻ്റെ ഒരു സ്വാധീനം കാണാൻ കഴിയുന്നതാണ്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കോളനി ഭരണവും ദേശീയതയും. ഇന്ത്യൻ ജനതയുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ആഴത്തിൽ അറിയേണ്ടത് തങ്ങളുടെ ഭരണം ശക്തിപ്പെടുത്താൻ അത്യന്താപേക്ഷിതമാണെന്ന് ബ്രിട്ടീഷുകാർ കരുതി. സംസ്കൃതത്തിലും പേർഷ്യനിലും രചിക്കപ്പെട്ട കൃതികൾ വായിച്ചും പരിഭാഷപ്പെടുത്തിയും അവർ ഇന്ത്യയെക്കുറിച്ച് അറിവ് നേടി. കൂടുതൽ പഠനങ്ങൾക്കും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാനും ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിനുമായി അവർ ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അവയിൽ ചിലതിനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇന്ത്യയിൽ വേരുറക്കണമെങ്കിൽ, കൂടുതൽ അധികാരം സ്ഥാപിക്കണമെങ്കിൽ ഇന്ത്യയുടെ ഒരു പൾസ് അറിയണം. അതിന് ഇവിടുത്തെ സാംസ്കാരിക, സാഹിത്യ വിഷയങ്ങളിൽ പാണ്ഡിത്യം വേണമെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കൃതികൾ വായിക്കാനും പരിഭാഷപ്പെടുത്താനും അവർ ഒരുപാട് ആളുകളെ ഏൽപ്പിച്ചു. അപ്പം അത്തരം ചില സ്ഥാപനങ്ങളും അതിൻ്റെ സ്ഥാപകരെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ ഒരു ബോക്സിൽ തന്നിരുന്നാൽ അത് നമുക്ക് അതേപോലെ കോപ്പി പേസ്റ്റ് അടിച്ച് എക്സാമിന് ചോദിക്കാവുന്നതാണ്. പഠിച്ചു വെക്കുക. സ്ഥാപനങ്ങൾ: ഒന്ന്, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, വില്യം ജോൺസ്. ജോൺസൺ അല്ല, ജോൺസ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, വില്യം ജോൺസ്. അപ്പോൾ ഏഷ്യക്കാർക്ക് നല്ല വിൽ പവർ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഏഷ്യക്കാർക്ക് നല്ല വിൽ പവർ ഉണ്ട്. അപ്പോൾ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, വില്യം ജോൺസൺ. ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. വിൽ പവറിൽ വില്യം ജോൺസൺ എന്ന പേര് നമുക്ക് ഓർമ്മയിൽ വരണം. ദെൻ കൽക്കട്ട മദ്രസ, വാറൻ ഹേസ്റ്റിങ്സ്. അപ്പോൾ കൽക്കട്ടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വാറൻ ഹേസ്റ്റിങ്സ്. ഒരുപാട് കാര്യങ്ങൾ വാരി എടുത്തുകൊണ്ട് വരാൻ കഴിയും. അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സ്. കൽക്കട്ടയിൽ പോയാൽ ഒരുപാട് കാര്യങ്ങൾ വാരി എടുത്തുകൊണ്ട് വരാൻ കഴിയും. അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സ്. ദെൻ ബനാറസ് സംസ്കൃത കോളേജ്. അതിൻ്റെ സ്ഥാപകൻ നമുക്കെല്ലാവർക്കും അറിയുന്ന ആളാണ് ജൊനാഥൻ ഡങ്കൻ. ബനാറസ് സംസ്കൃത കോളേജ്, ജൊനാഥൻ ഡങ്കൻ. അതെപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യവും കൂടിയാണ്. എന്നാൽ ഇതിലൂടെ മാത്രം, അഥവാ ഇങ്ങനെ സാഹിത്യകൃതികൾ അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല. എന്നാൽ ഇതിലൂടെ മാത്രം ഇന്ത്യയെ പൂർണ്ണമായി മനസ്സിലാക്കാനാവില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. വ്യാപാര വളർച്ചയ്ക്കായി ഇന്ത്യയുടെ സാമൂഹിക രംഗത്ത് ബ്രിട്ടൻ കൂടുതൽ ഇടപെടണമെന്ന് സ്വതന്ത്ര വ്യാപാരത്തിനായി വാദിക്കുന്ന ചിന്തകർ ആവശ്യപ്പെട്ടു. ജനപിന്തുണയില്ലാതെ ശക്തമായ പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാനാവില്ലെന്ന് ബ്രിട്ടൻ മനസ്സിലാക്കി. തുടർന്ന് ഇന്ത്യൻ ജനതയിൽ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ നേടാൻ അവർ ശ്രമിച്ചു. അതിനുവേണ്ടിയാണ് അവർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത്. അപ്പോൾ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ഇന്ത്യൻ ജനതയിൽ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ നേടാനാണ്. അപ്പോൾ ഇന്ത്യയിൽ എന്തിനു വേണ്ടിയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത്? ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഈ പിക്ചറിൽ കാണുന്നത്. മെക്കാളെ പ്രഭു പറഞ്ഞ പ്രശസ്തമായിട്ടുള്ളൊരു വാചകമുണ്ട്, ഇവിടെ ശ്രദ്ധിക്കുക. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുള്ള ലക്ഷ്യം ഇന്ത്യക്കാരായ ആളുകളിൽ പാശ്ചാത്യ മനോഭാവം, അനുകൂല മനോഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. 1835 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കുന്ന അവസരത്തിൽ മെക്കാളെ പറഞ്ഞ വാക്കുകളാണിത്. മെക്കാളെ മിനിറ്റ്സൊക്കെയാണ് ഒരു വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള ഒരു ചുവട് വെക്കുന്നതിന് വേണ്ടി ഇവിടെ ആദ്യമായിട്ട് വന്നത് കേട്ടോ, ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് വന്നത്.
ഇതിൽ നിന്ന് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കിയതിൻ്റെ ലക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഇംഗ്ലീഷുകാരുടെ ജീവിത രീതികളോട് താല്പര്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക. പിന്നെ ഇംഗ്ലീഷുകാരുടെ സംസ്കാരത്തെ പ്രചരിപ്പിക്കുക, ഇംഗ്ലീഷ് അനുകൂല മനോഭാവം ഉണ്ടാക്കുക. ഇതൊക്കെയാണ് അവർ ഇതിലൂടെ ലക്ഷ്യം വെച്ച കാര്യം. 19ാം നൂറ്റാണ്ടോടെ ഇംഗ്ലീഷ് സംസ്കാരവും ആശയങ്ങളും ഇന്ത്യൻ സമൂഹത്തിലേക്ക് കടന്നു കയറിയപ്പോൾ അവയെ പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇന്ത്യയിലെ ഒരു വിഭാഗം കരുതി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുകയും അതിലൂടെ ജനാധിപത്യം, സ്വാതന്ത്ര്യം, യുക്തിചിന്ത, തുല്യനീതി, ശാസ്ത്രബോധം, സോഷ്യലിസം, പൗരാവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവാന്മാരാവുകയും ചെയ്തവരായിരുന്നു ഇങ്ങനെ ചിന്തിച്ചതിൽ ഭൂരിഭാഗവും. അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസം ലഭിച്ച എല്ലാവർക്കും ഒരു ഉൾക്കാഴ്ച വേണമെന്നില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച എല്ലാവർക്കും ഉൾക്കാഴ്ച വേണമെന്നില്ല. ചില ആളുകൾ ബ്രിട്ടീഷുകാരുടെ അതേ രീതിയിൽ ചിന്തിച്ച് ദേശീയ വിരുദ്ധ മനോഭാവങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അപകടം ചെയ്യുമെന്ന് കൃത്യമായിട്ടുള്ള ബോധമുള്ള ആളുകൾക്ക് മനസ്സിലായി. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ട് ഇവിടെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് അവർ മനസ്സിലാക്കി. അവർ ഇന്ത്യയിൽ നിലനിന്ന സാമൂഹികാചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിഷ്കരിക്കാനും അവയുടെ സഹായത്താൽ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റത്തെ ചെറുക്കാനും ശ്രമിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഒരേപോലെ ശ്രമിച്ച രണ്ട് കാര്യം. ഒന്ന്, ഇന്ത്യയിലുണ്ടായിരുന്ന ദുരാചാരങ്ങൾ, അതാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിഷ്കരിക്കുക എന്നുള്ള ഉദ്ദേശം. ദുരാചാരങ്ങളെ മാറ്റിയിട്ട് പരിഷ്കരിക്കുക. അതേപോലെ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റത്തെ ചെറുക്കാനും ശ്രമിക്കുക. ഇതാണ് ഉൾക്കാഴ്ചയുള്ള ആളുകൾ ചെയ്തത്. അതിനായി അവർ ഇന്ത്യൻ സമൂഹം, ഭാഷ, കല, സാഹിത്യം തുടങ്ങിയവയെ നവീകരിച്ചു. അത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങളെയും അവകാശ നിഷേധങ്ങളെയും ചെറുക്കാനും അതിലൂടെ ഇന്ത്യൻ ജനതയിൽ ഐക്യബോധം സൃഷ്ടിക്കാനും ഇടയാക്കി. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കണം, ഇന്ത്യക്ക് അനുഗുണമായ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് ചിന്തിച്ച ആളുകൾ ഇന്ത്യയിൽ ദുരാചാര പ്രവണതകളെ ഇല്ലാതാക്കാനും അതോടൊപ്പം പാശ്ചാത്യ ചിന്തകളുടെ കടന്നുകയറ്റത്തെ ഇവിടെ നിന്ന് തുരത്താനും ശ്രമങ്ങൾ ആരംഭിച്ചു. ഇവിടെ നമുക്ക് സയൻറ്റിഫിക് സൊസൈറ്റികളെ കുറിച്ച് കുറച്ച് പോയിന്റ് തന്നിട്ടുണ്ട്, അതുകൂടി നോക്കാം ഈ ബോക്സിനകത്ത്. 19ാം നൂറ്റാണ്ടിൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കുവാനും ചർച്ച ചെയ്യാനുമായി നിരവധി സയൻറ്റിഫിക് സൊസൈറ്റികൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട സയൻറ്റിഫിക് സൊസൈറ്റികളുടെ പേരാണ് യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി കൽക്കട്ടയിലാണ് 1826. പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി, അതും കൽക്കട്ടയിലാണ്. അപ്പോൾ യൂറോപ്യൻ ശാസ്ത്രം, പൊതുവിവരങ്ങൾ, ഇതിന് രണ്ടിനും വേണ്ടിയുള്ള സൊസൈറ്റി കൽക്കട്ടയിലാണ്. ഒന്ന് 1825, മറ്റൊന്ന് 1838. ദെൻ മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ. മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ, ഇത് ബംഗാളിലാണ് 1876. ദെൻ ബനാറസ് സംവാദ ക്ലബ്ബ്, ബനാറസിലാണ് 1861. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി, ഇത് അലിഗഡിലാണ് 1864. ബീഹാർ സയൻറ്റിഫിക് സൊസൈറ്റി, ഇത് ബീഹാറിലാണ് 1868. ഇത് ജസ്റ്റ് ഒന്ന് ഓർമ്മയിലുണ്ടായിരിക്കുക. സാമൂഹിക പരിഷ്കരണം. ഇന്ത്യൻ ജനങ്ങളിൽ വളർന്നു വന്ന സ്വതന്ത്ര ചിന്ത, ആധുനികവൽക്കരണത്തോടുള്ള താല്പര്യം, യുക്തിചിന്ത എന്നിവ 19ാം നൂറ്റാണ്ടിൽ വ്യത്യസ്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു. അപ്പോൾ ഇന്ത്യയിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ തുടക്കത്തിന് കാരണമായത് ഇന്ത്യൻ ജനങ്ങളിൽ വളർന്നു വന്ന സ്വതന്ത്ര ചിന്ത, ആധുനികവൽക്കരണത്തോടുള്ള താല്പര്യം, യുക്തിചിന്ത എന്നിവയാണ്. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് പ്രധാനമായും 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ അനാചാരങ്ങളെ എതിർക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇവിടെ ഉണ്ടായിരുന്ന അനാചാരങ്ങളെ എതിർക്കുക. 2, എല്ലാ മനുഷ്യർക്കും വിവേചനങ്ങളില്ലാതെ വഴി നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യാഭ്യാസം നേടാനുമുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കുക. അപ്പോൾ അനാചാരങ്ങൾക്ക്
എതിരെ പോരാടുക, പൗരാവകാശം നേടിയെടുക്കുക. ഇത് രണ്ടുമായിരുന്നു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അന്നത്തെ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഘടന ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് അനുയോജ്യമായിരുന്നില്ല. അതിനാൽ ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു ഈ സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഉദ്ദേശ്യം. അതിനായി അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന ബേസിക് സ്ട്രക്ചർ, ഇവിടുത്തെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തണമായിരുന്നു. അതിനുവേണ്ടി അവർക്ക് ചെയ്യേണ്ടി വന്നത് ഇവിടെ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക അഥവാ ഇല്ലാതാക്കുക, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, അവിടെ ജാതിയുടെ വേർതിരിവ് വരാൻ പാടില്ല. പിന്നെ സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക. എക്കാലത്തും സ്ത്രീകൾക്ക് നേരെയുള്ള വിവേചനങ്ങൾ എപ്പോഴും സമൂഹത്തിലുണ്ടാവും. പിന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, അവർണ സവർണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക. വിധവ പുനർവിവാഹം നടപ്പിലാക്കുക. പണ്ടൊക്കെ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ എത്ര ചെറുപ്പമാണെങ്കിലും പിന്നീട് വിവാഹം കഴിക്കാനുള്ള അവകാശമില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നേടിയെടുക്കുക. ശൈശവ വിവാഹം, പൗരോഹിത്യ മേധാവിത്വം എന്നിവ അവസാനിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് ആദ്യമായിട്ട് ഇവിടെ ചെയ്യാൻ ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെയാൾ രാജാറാം മോഹൻ റോയ്. നമ്മൾ പഠിച്ചതാണ് അല്ലേ, മുൻകഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ് രാജാറാം മോഹൻ റോയ്. ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്ത അദ്ദേഹം ബംഗാളിൽ ബ്രഹ്മസമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചു. എല്ലാം PYക്കാണ്, ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. സതി, ജാതി വ്യവസ്ഥ എന്നിവകളെ അദ്ദേഹം ശക്തമായി എതിർത്തു. അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനം ബ്രഹ്മസമാജമാണ്. ഇതാണ് രാജാറാം മോഹൻ റോയ്. വിവിധ ജാതികളായി വിഭജിക്കപ്പെട്ട അന്നത്തെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ സ്ഥാനത്ത് ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇത് ഇന്ത്യക്കാരിൽ രാജ്യസ്നേഹം വളരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. അങ്ങനെ രാഷ്ട്രത്തിൻ്റെ ഐക്യവും സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ലക്ഷ്യമായി മാറി. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോൾ സ്ത്രീകൾക്ക് അവരുടെ പദവി ഉയർത്തുന്നതിന് വേണ്ടി സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് രാജാറാം മോഹൻ റോയ് ആണ്. ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേർ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ബംഗാളിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അല്ലേ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം. അദ്ദേഹം പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തി. അപ്പോൾ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തി. അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായാണ് 1856 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത്. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ ശ്രമഫലമായിട്ടാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി അദ്ദേഹം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ വനിതകൾക്ക് വേണ്ടിയും അദ്ദേഹം പോരാടിയിട്ടുണ്ട്. വനിതകളുടെ ഉന്നമനത്തിനായും ചില പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അക്കാലത്ത് രൂപം കൊണ്ടു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്, പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച ശാരദാ സദൻ. അപ്പോൾ ശാരദാ സദൻ സ്ഥാപിച്ചതാരാ? പണ്ഡിത രമാബായി ആണ്. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ കേന്ദ്രത്തിന് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പരിഷ്കരണ പ്രസ്ഥാനത്തിന് ഉദാഹരണമാണ് ശാരദാ സദൻ. അക്കാലത്ത് രൂപം കൊണ്ട വിവിധ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും അതിന് നേതൃത്വം നൽകിയവരെയും പട്ടികയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പട്ടികയിൽ തന്നിട്ടുള്ളത് വൃത്തിയായിട്ട് പഠിക്കുക. കുറച്ച് പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവും അവരുടെ ആശയങ്ങളുമാണ് പറയുന്നത്. ആദ്യമായിട്ട് ആര്യസമാജം, സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യസമാജം, സ്വാമി ദയാനന്ദ സരസ്വതി. വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു. അപ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരേണ്ടത് അദ്ദേഹം ഏകദൈവ വിശ്വാസിയായിരുന്നു. അതുകൊണ്ട് വിഗ്രഹാരാധനയെ അദ്ദേഹം എതിർത്തിട്ടുണ്ട്. ശൈശവ വിവാഹം എന്നതിനെയും എതിർത്തിട്ടുണ്ട്.
ദെൻ രാമകൃഷ്ണ മിഷൻ, അത് സ്വാമി വിവേകാനന്ദ തന്നെയാണ് അല്ലേ, അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേരിൽ തുടങ്ങിയതാണ്. ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ദെൻ അലിഗഡ് പ്രസ്ഥാനം, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ചു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ദെൻ പ്രാർത്ഥനാ സമാജം നമ്മൾ പറഞ്ഞിട്ടില്ല. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാറാം പാണ്ഡുരംഗ്. ഈ തന്നിരിക്കുന്ന പട്ടികയിലെ എല്ലാം PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. മിശ്രഭോജനം, മിശ്ര വിവാഹം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു. ആരാണ്? ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം. ദെൻ തിയോസഫിക്കൽ സൊസൈറ്റി, ആനി ബെസന്റ്. തിയോസഫിക്കൽ സൊസൈറ്റി, ആനി ബെസന്റ്. ഹിന്ദു മതത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ടു. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരാത്തൊരു പോയിന്റാണ്. ആനി ബെസന്റ് എന്ന പേരും തിയോസഫിക്കൽ സൊസൈറ്റി എന്ന പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഹിന്ദു മതമായിട്ട് പെട്ടെന്ന് നമുക്കൊരു ലിങ്ക് വരില്ല. ഓർക്കുക, ഹിന്ദു മതത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിച്ചതാണ് തിയോസഫിക്കൽ സൊസൈറ്റി. തിയോസഫിക്കൽ സൊസൈറ്റി, ആനി ബെസന്റ്. ദെൻ ഹിതകാരിണി സമാജം. ഹിതകാരിണി സമാജം, വീരേശലിംഗം. ഹിതകാരിണി സമാജം, വീരേശലിംഗം. വിധവ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തി. സത്യശോധക് സമാജം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സത്യശോധക് സമാജം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ജ്യോതിബ ഫൂലെ. ജ്യോതിബ ഫൂലെ ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നോക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. പിന്നോക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. ദെൻ സ്വാഭിമാന പ്രസ്ഥാനം. സ്വാഭിമാന പ്രസ്ഥാനം, EV രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനം, EV രാമസ്വാമി നായ്ക്കർ. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. ദെൻ അവസാനമായിട്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ഗുരു ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു. പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊണ്ടു. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് പഠിക്കുക. എപ്പോഴും PSC ചോദിക്കുന്ന പോയിന്റുകളാണ്. ദെൻ സാമൂഹിക പരിഷ്കർത്താക്കളുടെയും പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിരവധി അനാചാരങ്ങളെ നിയമം മൂലം നിരോധിക്കാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്തരം നിയമ നടപടികൾ എടുക്കാൻ ബ്രിട്ടീഷുകാരെ അന്നത്തെ സാമൂഹിക പരിഷ്കർത്താക്കൾ സമ്മർദ്ദം ചെലുത്തിയതാണ് കേട്ടോ. അപ്പോൾ അത് കാരണമായിട്ട് നിരോധിക്കപ്പെട്ട അനാചാരങ്ങളും ദുർനടപ്പുകളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സതി നിരോധിച്ചു. സതി നിരോധിച്ചു. ശിശുഹത്യ നിരോധിച്ചു. 12 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് വിലക്കേർപ്പെടുത്തി, അഥവാ ശിശുവിവാഹം നിരോധിച്ചു. ശൈശവ വിവാഹവും ബഹുഭാര്യത്വവും നിരോധിച്ചു. അടിമത്തം നിരോധിച്ചു. വിധവ പുനർവിവാഹം നടപ്പിലാക്കി. നടപ്പിലാക്കി എന്നാണ് കേട്ടോ. വിധവ പുനർവിവാഹം നടപ്പിലാക്കി. അപ്പോൾ സാമൂഹിക അനാചാരങ്ങളെ നിരോധിച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട നടപടികളാണിത്. വായിച്ച് മനസ്സിലാക്കി വെക്കുക. പത്രങ്ങൾ ദേശത്തെ ഒന്നാക്കുന്നു. അപ്പോൾ നമുക്കിനി പത്രത്തിലേക്ക് വരാം. ഇന്ത്യൻ പൗരന് അവൻ്റെ സ്വാഭാവികത നഷ്ടമായി. അവൻ്റെ ജീവരക്തം വരണ്ടുണങ്ങി. അർദ്ധപട്ടിണിക്കാരനും അർദ്ധനഗ്നനുമാണ് അവൻ. സ്വാദിഷ്ടമായ ഒരു വിഭവവും അവന് ലഭിക്കുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞിരിക്കുന്നു. പരിതാപകരമാണ് അവൻ്റെ അവസ്ഥ. ബംഗാളിലെ ആദ്യ വർത്തമാന പത്രമായ സുലഭ് സമാചാർ. സുലഭ് സമാചാർ, അതിൽ വന്നൊരു വാർത്തയാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമാണ് സുലഭ്
സമാചാർ. സുലഭ് സമാചാർ. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഫലമായി ഇന്ത്യക്കാർക്കുണ്ടായ അവസ്ഥ ഈ വാർത്ത ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിലുണ്ടായ നിരവധി പ്രശ്നങ്ങൾ അക്കാലത്തെ വർത്തമാന പത്രങ്ങൾ ഇന്ത്യൻ ജനതയുടെ മുന്നിലെത്തിച്ചു. അപ്പോൾ ദേശീയ സമരകാലത്തെ പത്രങ്ങൾ എന്തെല്ലാം ചെയ്തു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ദേശീയ കാലത്തെ അഥവാ സ്വതന്ത്ര സമരം നടക്കുന്ന കാലത്തെ പത്രങ്ങൾ ചെയ്ത കാര്യങ്ങൾ: ഇന്ത്യയുടെ ഓരോ ഭാഗത്തും നടക്കുന്ന അടിച്ചമർത്തലിനെയും മർദ്ദക ഭരണത്തെയും കൂട്ടക്കൊലയെയും കുറിച്ച് ഇന്ത്യയിലെമ്പാടുമുള്ള ജനങ്ങൾക്ക് വിവരം നൽകി. അപ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും വിവരം നൽകി. ഇന്ത്യൻ സമൂഹത്തിലെ തിന്മകൾക്കും അനാചാരങ്ങൾക്കും എതിരായി നടക്കുന്ന സാമൂഹിക പരിഷ്കരണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി. അപ്പോൾ ബോധവൽക്കരണം നടത്തി. പരിഷ്കരണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായും ഇന്ത്യയിലെ സാമൂഹികമായ തിന്മകൾക്ക് എതിരായും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ജനങ്ങളെ പ്രേരിപ്പിച്ചു. അപ്പോൾ ജനങ്ങൾക്ക് തിന്മയ്ക്കെതിരെ പോരാടാനുള്ള ഒരു പ്രേരണ നൽകി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും സമത്വത്തിനുമായി ജനങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളെക്കുറിച്ച് വിവരം നൽകി. അപ്പോൾ ലോകത്ത് നടക്കുന്ന വിപ്ലവങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് വിവരം നൽകി. ഇതൊക്കെ നമുക്കൊരു കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ് അല്ലേ. ദെൻ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി. ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം. പ്ലേഗ്, ക്ഷാമം എന്നിവ മൂലം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട വാർത്ത ഇന്ത്യയിലെമ്പാടും എത്തിച്ചു. അപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാ ദിക്കിലുമുള്ള ആളുകൾക്ക് വിവരം നൽകി. ഓക്കെ അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ലിസ്റ്റുണ്ട്: പത്രങ്ങളും നേതാക്കളും. അപ്പോൾ ദേശീയ സമരകാലത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളും അതിൻ്റെ നേതാക്കളും എന്നുള്ളൊരു പട്ടിക തന്നിട്ടുണ്ട്. ഇതിൽ പലതും PSC ചോദിക്കുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങളിത് പിന്നീട് പഠിക്കുക കേട്ടോ. ഞാനിപ്പോൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല. ചിലത് നമുക്ക് ഓർമ്മയിൽ വരും, ചിലത് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരില്ല. അപ്പോൾ പഠിക്കണം. ഹിന്ദു, സ്വദേശിമിത്രം, ജി സുബ്രഹ്മണ്യ അയ്യർ. ഹിന്ദു, സ്വദേശിമിത്രം എന്ന പത്രങ്ങൾ ജി സുബ്രഹ്മണ്യ അയ്യറാണ് പുറത്തിറക്കിയത്. അമൃത ബസാർ പത്രിക, രണ്ടുപേരുണ്ട്, രണ്ടും ഘോഷാണ്. അമൃതം ഘോഷ് അല്ലെ, അമൃതം ആഘോഷിക്കുക എന്ന് ഓർക്കുക. അമൃതം ആഘോഷിക്കുക. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ പ്രശസ്തമാണ്. ഫർദുർജി മർസ്ബാൻ. ദെൻ കേസരി മറാത്ത, ഒരിക്കലും വിട്ടുപോകരുത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കേസരി മറാത്ത ബാലഗംഗാധര തിലകാണ്. ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ് കേട്ടോ. കേസരി മറാത്ത, ബാലഗംഗാധര തിലക്. ബംഗാളി, ഇതും എപ്പോഴും ചോദിക്കുന്നതാണ്. ബംഗാളി സുരേന്ദ്ര ബാനർജി. ബംഗാളി സുരേന്ദ്ര ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ, ഇതും മറക്കാൻ പാടില്ല. ദാദാഭായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ, ദാദാഭായ് നവറോജി. സോം പ്രകാശ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. സോം പ്രകാശ് അല്ലെ, ഈശ്വരനാണ് പ്രകാശം നൽകുന്നത് എന്ന് ഓർക്കുക. ഈശ്വരനാണ് പ്രകാശം നൽകുന്നത്. സോം പ്രകാശ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇനി ആനി ബെസന്റ്, മിസ്സിസ് ആനി ബെസന്റ്. ന്യൂ ഇന്ത്യ കോമൺവീൽ. ആനി ബെസന്റ്, ന്യൂ ഇന്ത്യ കോമൺവീൽ. ഇനി നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ പത്രങ്ങൾ: യങ് ഇന്ത്യ ഹരിജൻ. ഇനി മൗലാന അബുൽ കലാം ആസാദിൻ്റെത് അൽ ഹിലാൽ കേട്ടോ. അൽ ഹിലാൽ അറബി പേരാണ്. അപ്പോൾ അറബി പേരിൽ വരുന്നത് മൗലാന അബുൽ കലാം ആസാദ്. വന്ദേ മാതരം എന്ന പത്രമാണ് കേട്ടോ. വന്ദേ മാതരം എന്ന പത്രം ലാല ലജ്പത് റായ്. നേഷൻ എന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലെ. ഇത്രയും ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൽ ന്യൂ ഇന്ത്യ, യങ് ഇന്ത്യ രണ്ടും മാറിപ്പോകരുത്. ന്യൂ ഇന്ത്യ എന്നുള്ളത് ആനി ബെസന്റും യങ് ഇന്ത്യ എന്നുള്ളത് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും അതിൻ്റെ നേതാക്കളും തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ആശ്രയിച്ച പ്രധാന മാർഗം വർത്തമാന പത്രങ്ങളാണ്. അക്കാലത്ത് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സാമൂഹിക സേവനമായാണ് കരുതിയിരുന്നത്.
ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ അവ എതിർക്കുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്തു. ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയാണ്. അപ്പോൾ രാജാറാം മോഹൻ റോയാണ് ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇന്ത്യയിൽ ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് രാജാറാം മോഹൻ റോയാണ്. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംബാദ് കൗമുദി. PSC എപ്പോഴും ചോദിക്കുന്നതാണ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷ, ലാംഗ്വേജ് അടക്കം പഠിക്കുക, ബംഗാളി ഭാഷയിൽ പുറത്തിറക്കിയ പത്രമാണ് സംബാദ് കൗമുദി. ഇനി പേർഷ്യൻ ഭാഷയിൽ ഒരു പത്രം പുറത്തിറക്കിയിട്ടുണ്ട്, മിറാത്തുൽ അക്ബർ. അപ്പോൾ പേർഷ്യൻ ഭാഷയിലാണ്, അതുകൊണ്ടാണ് ആ ഒരു ഉറുദു അല്ലെങ്കിൽ അറബി ചുവയുള്ള പേര് മിറാത്തുൽ അക്ബർ എന്നത് രാജാറാം മോഹൻ റോയിൻ്റെതാണ്. ഓപ്ഷനിൽ മൗലാന അബുൽ കലാം ആസാദും സർ സയ്യിദ് അഹമ്മദ് ഖാനൊക്കെ കാണും. മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയിയുടേതാണ്. ഈ പത്രങ്ങളെല്ലാം സാമൂഹിക പരിഷ്കരണം, ദേശീയത, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകി. ഇവയുടെ പാത പിന്തുടർന്ന് നിരവധി പത്രങ്ങൾ വിവിധ ഭാഷകളിൽ പുറത്തിറങ്ങി. ഇവയിൽ ഭൂരിഭാഗവും പ്രസിദ്ധീകരിച്ചത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കളായിരുന്നു. അപ്പോൾ സാമൂഹിക ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരാണ് ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള പത്രങ്ങൾ. അന്നത്തെ ഏറ്റവും നല്ല മാധ്യമമായിരുന്നു പത്രം പുറത്തിറക്കാൻ മുന്നിൽ നിന്നിരുന്നത്. വർത്തമാന പത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവയെ നിയന്ത്രിക്കാൻ പല ശ്രമങ്ങളും നടത്തി. അല്ലേ, പത്രങ്ങളിലൂടെയുള്ള ഈ പ്രചരണം തങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കി പത്രങ്ങളെ നിയന്ത്രിക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നുണ്ടായി? ബ്രിട്ടീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതാണ് 1878 ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ പ്രാദേശിക ഭാഷാ പത്ര നിയമം. 1878 ലിട്ടൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. അപ്പോൾ പത്രത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രാദേശിക ഭാഷ പത്ര നിയമം വെർണാക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു. അപ്പോൾ ലാംഗ്വേജിലേക്ക് ഓർക്കുക, ലിട്ടൺ ലാംഗ്വേജ് അല്ലെങ്കിൽ നാട്ടുഭാഷ, ആ ഒരു പ്രാസം കിട്ടുന്നില്ല, നാട്ടുഭാഷ, ലിട്ടൺ ലാംഗ്വേജ് നാട്ടുഭാഷ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിരോധനം നിയന്ത്രണം കൊണ്ടുവരുന്നതിന് വേണ്ടി ആക്ട് പുറപ്പെടുവിച്ചത് ലിട്ടൺ പ്രഭു 1878. അപ്പോൾ ഇതിലൂടെ അദ്ദേഹം ചെയ്തത് എന്താ? ഇതിലൂടെ പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരികയും ഗവൺമെൻറ് അത് പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ പ്രതിഷേധം കാരണവും ഈ നിയമം പിൻവലിച്ചു. അക്കാലത്ത് പത്രങ്ങൾ വായിക്കുന്നതും അതിലെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും പത്രങ്ങളെ സംരക്ഷിക്കുന്നതും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായാണ് ജനങ്ങൾ കണക്കാക്കിയിരുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. അപ്പോൾ വിദ്യാഭ്യാസം, നമ്മൾ സംസ്കാരത്തെക്കുറിച്ചൊക്കെയാണ് ഈ ക്ലാസ്സിൽ പറയുന്നത് അല്ലേ? ഇതെല്ലാം എങ്ങനെ നമ്മുടെ ദേശീയതയെ സ്വാധീനിച്ചു. അപ്പോൾ വിദ്യാഭ്യാസം ദേശത്തിന്, ഇവിടെ 3 പ്രധാനപ്പെട്ട ആളുകളുടെ കോട്ട് വരുന്നുണ്ട്. ഒന്ന്, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. രാജാറാം മോഹൻ റോയ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും. കേശബ് ചന്ദ്ര സെൻ. വീരേശ ലിംഗം, നമ്മൾ നേരത്തെ പത്രം പറഞ്ഞ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് പല മാറ്റങ്ങളും കൊണ്ടുവരാൻ കഴിയും. വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയും ആവശ്യകതയും കുറിച്ച് വിവിധ സാമൂഹിക പരിഷ്കർത്താക്കൾക്കുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മൾ മുകളിൽ സൂചിപ്പിച്ചത്. വിദ്യാഭ്യാസം എന്തിനെല്ലാം സഹായകമാകുമെന്ന് നമുക്ക് നോക്കാം. സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, ഐക്യം നിലനിർത്താൻ കഴിയും, ദേശീയത വളർത്താൻ കഴിയും, അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ ജനങ്ങളെ പ്രേരിപ്പിക്കും, അല്ലേ, ജനങ്ങളെ ബോധവാന്മാരാക്കും. അങ്ങനെ ഒരുപാട് ഉപയോഗം വിദ്യാഭ്യാസത്തിനുണ്ട്. ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ദേശീയബോധം വളർത്താനുള്ള ഒരു പ്രധാന മാർഗം. അപ്പോൾ ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത് ദേശീയബോധം വളർത്താനുള്ള ഒരു പ്രധാന മാർഗമായിരുന്നു.
അതിലൂടെ മതേതര വിദ്യാഭ്യാസം എല്ലാ വിഭാഗക്കാർക്കും നൽകാൻ കഴിഞ്ഞു. 1884 ജി അഗാക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവ ചേർന്ന് പൂനെയിൽ സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ദേശീയ കാഴ്ചപ്പാടോടെ ഇന്ത്യയിൽ രൂപീകൃതമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ദേശീയ കാഴ്ചപ്പാടോടെ ഇന്ത്യയിൽ രൂപീകൃതമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഇതാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫർഗൂസൺ കോളേജാണ്, പൂനെയിലെ ഫർഗൂസൺ കോളേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 പേര് ചേർന്നാണ് അഗാക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ അഥവാ റാനഡെ. അപ്പോൾ അഗാക്കർ, തിലക്, റാനഡെ. അഗാക്കർ, തിലക്, റാനഡെ. അഗാക്കർ, തിലക്, റാനഡെ. ഈ 3 ആളുകൾ ചേർന്നാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത്. ഇന്ത്യക്കാരുടെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പുരോഗതിക്ക് ആധുനിക വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് അതിൻ്റെ സ്ഥാപകർക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്കായി നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇപ്പോൾ ബംഗാൾ വിഭജനത്തിന് ശേഷം ഇവിടെ സ്വദേശി പ്രസ്ഥാനം വന്നു എന്നൊക്കെ നമ്മൾ പറയും. ഈ സ്വദേശി പ്രസ്ഥാനവും ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്കായി നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. 1916 DK കാർവേ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. DK കാർവേയാണ് സ്ഥാപിക്കുന്നത്. 1916 സ്ത്രീകളുടെ ഉന്നമനത്തിന് വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സ്ഥാപിച്ചത്. ഇതിനെ തുടർന്ന് അനേകം വിദ്യാലയങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ടു. പാശ്ചാത്യ വിദ്യാഭ്യാസത്തോടും സാമൂഹിക അനാചാരങ്ങളോടുമുള്ള എതിർപ്പും ദേശീയമായ കാഴ്ചപ്പാടും ഇവയുടെ മുഖമുദ്രയായിരുന്നു. അപ്പോൾ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുഖമുദ്ര പ്രധാന ലക്ഷ്യം ഒന്ന് പാശ്ചാത്യ വിദ്യാഭ്യാസത്തോടും സാമൂഹിക അനാചാരങ്ങളോടുമുള്ള എതിർപ്പ്, ദെൻ ദേശീയ കാഴ്ചപ്പാട്. ഈ 3 പോയിന്റുകളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വരുന്നത് അല്ലേ. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാല രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറമുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകി. അപ്പോൾ യൂണിവേഴ്സൽ ബ്രദർഹുഡ്, വിശ്വപൗരൻ എന്ന സങ്കല്പത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് ടാഗോർ. അപ്പം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് വിശ്വഭാരതി സർവകലാശാല. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ടാഗോറാണ്. അദ്ദേഹത്തിൻ്റെ നാടായ ബംഗാളിലാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു ഇതിലൂടെ ടാഗോർ ലക്ഷ്യമിട്ടത്. പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി. അപ്പോൾ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ച കാലഘട്ടത്തിൽ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു ജാമിയ മില്ലിയ ഇസ്ലാമിയ. ഇപ്പോഴും നിലനിൽക്കുന്നതാണല്ലേ വിശ്വഭാരതിയും ജാമിയ മില്ലിയൊക്കെ. അപ്പോൾ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സാക്കിർ ഹുസൈൻ, MA അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച സ്ഥാപനമാണ് ജാമിയ മില്ലിയ. ഇതാണ് ജാമിയ മില്ലിയ. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്ന കാഴ്ചപ്പാടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്ന കാഴ്ചപ്പാടായിരുന്നു ജാമിയ മില്ലിയയുടെ അടിസ്ഥാനം. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും കടന്നുകയറ്റം ഇന്ത്യയുടെ പാരമ്പര്യ കലാരൂപങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി. അല്ലെ, പാശ്ചാത്യ കലയും മറ്റു സംസ്കാരങ്ങളോടും താല്പര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ കലകൾ നശിക്കും അല്ലേ. തുടർന്ന് ഇതിനെ പ്രതിരോധിക്കാനും പാരമ്പര്യ കലാരൂപങ്ങളെ ഉദ്ധരിക്കാനുമായി ഇന്ത്യയിൽ നിരവധി ശ്രമങ്ങൾ നടന്നു. അപ്പോൾ നമ്മുടെ കലയെ, പരമ്പരാഗത കലാരൂപങ്ങളെ സംരക്ഷിക്കാനും നിരവധി ശ്രമങ്ങളുണ്ടായി. ഈ ലക്ഷ്യത്തോടെയാണ് മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. അപ്പോൾ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്
തൃശ്ശൂരിലാണ്. സ്ഥാപിക്കുന്നത് മഹാകവി വള്ളത്തോളാണ്. 1937 മഹാത്മാഗാന്ധി സവിശേഷമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചു. ആ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് വാർധ വിദ്യാഭ്യാസ പദ്ധതി. അപ്പോൾ വാർധ വിദ്യാഭ്യാസ പദ്ധതി മഹാത്മാഗാന്ധിജി മുന്നോട്ട് വെച്ചതാണ്. 1937 അദ്ദേഹം അത് മുന്നോട്ട് വെക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. അപ്പോൾ വാർധ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ചില തൊഴിലുകൾ പഠിച്ചാൽ അത് ഭാവി ജീവിതത്തിന് ഗുണകരമാകുമെന്ന് അദ്ദേഹം കരുതി. ഇത്തരത്തിൽ വളർന്നു വരുന്ന ഒരു തലമുറയിലൂടെ ബ്രിട്ടീഷുകാരോട് പ്രതിരോധിക്കാമെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. ഇവിടെ നിങ്ങൾക്ക് ഗാന്ധിജി വാർധ വിദ്യാഭ്യാസ പദ്ധതിയിൽ സമ്മേളനത്തിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ മഹാത്മാഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി. നയി താലീം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ എന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. അപ്പോൾ എന്താണ് നയി താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി? ഇതും ഗാന്ധിജി മുന്നോട്ട് വെച്ച ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. അതിൻ്റെ കാതൽ പറയാണ്, ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി നമ്മൾ എന്ത് ചെയ്യണം? വിദ്യാഭ്യാസത്തെ ബന്ധപ്പെടുത്തണം. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ 8 മുതൽ 14, ഓർക്കുക ഇന്നത്തെ പ്രായമല്ല, 8 മുതൽ 14 കേട്ടോ. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജി വിഭാവന ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതി നയി താലീം അഥവാ നൂതന വിദ്യാഭ്യാസം എന്നറിയപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1937 വാർധാ സമ്മേളനം ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി ഡോക്ടർ സാക്കിർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. അപ്പോൾ വാർധാ സമ്മേളനത്തിൽ നയി താലീമിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഡോക്ടർ സാക്കിർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ഇതും പഠിച്ചു വെക്കുക, ചോദിക്കുന്നതാണ്. ഓക്കെ അല്ലേ? സോ ഇനി നമ്മുടെ ദേശീയ പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറാക്കിയ വിവിധ തരത്തിലുള്ള ഉദാഹരണങ്ങൾ, പ്രസ്ഥാനങ്ങൾ ഇവിടെ എഴുതി കൊടുക്കാൻ തന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് പോലെ ഇത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്താൽ ഞാനത് ഹെൽപ്പ് ചെയ്യാം. ദെൻ സാഹിത്യവും ദേശീയതയും. നമ്മൾ വിദ്യാഭ്യാസം പറഞ്ഞു, ഇനി സാഹിത്യ മേഖലയിലൂടെ ദേശീയതയെ വളർത്തിയത് എങ്ങനെയാണെന്ന് പറയാൻ പോവാണ്. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന ജീർണതകൾക്കും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും എതിരായ പ്രതിഷേധം സാഹിത്യത്തിലും പ്രതിഫലിച്ചു. രാജ്യത്തിൻ്റെ ഓരോ ഭാഗത്തും ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും പ്രതിസന്ധികളും സാഹിത്യകാരന്മാർ തങ്ങളുടെ കൃതികളിൽ ചിത്രീകരിച്ചു. ഇവ വായിച്ച മറ്റു പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഈ ദുരിതങ്ങൾ തങ്ങളുടേതാണെന്ന് കൂടി അനുഭവപ്പെട്ടു. ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ഈ വ്യവസ്ഥയ്ക്കെതിരായി പ്രതിഷേധങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഒരു എഴുത്തുകാരൻ തൻ്റെ നാട്ടിൽ നടക്കുന്ന അനീതിക്കെതിരെ ഏത് രീതിയിലുള്ള രചനകൾ കൊണ്ടുവന്നാലും അത് വായിക്കുന്ന ആൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇത് തൻ്റെ കൂടി പ്രശ്നമാണെന്ന് അവർ മനസ്സിലായി കാര്യങ്ങൾക്കെതിരെ, തിന്മകൾക്കെതിരെ പോരാടാൻ അവർ തയ്യാറാക്കും. അങ്ങനത്തെ മഹത്തായ ഒരു കർമ്മമാണ് എഴുത്തുകാർ മുന്നോട്ട് വെച്ചത്. കവിതകൾ, കഥകൾ, നാടകങ്ങൾ, നോവലുകൾ തുടങ്ങിയവയിലൂടെ എഴുത്തുകാർ തങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുമായി പങ്കുവച്ചു. ഇത് ജനങ്ങളിൽ ചൂഷണവിരുദ്ധ മനോഭാവം, സ്വന്തം രാജ്യത്തോട് ഇഷ്ടവും വളരുന്നതിന് കാരണമായി. മാതൃരാജ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാദേശിക ഭാഷയിൽ രചിക്കപ്പെട്ട കൃതികൾ നിരക്ഷരരായ ജനങ്ങളും സാക്ഷരരായ വരേണ്യവർഗവും തമ്മിലുള്ള അന്തരം കുറച്ചു. അപ്പോൾ ഇത് കൂടുതലും പ്രാദേശിക ഭാഷയിൽ ലഭ്യമായതോടുകൂടി പല ആളുകളും ഇത് കേൾക്കാനും അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാകാനും സഹായിച്ചു. ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായിട്ട് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഏതിലൂടെയാണെന്ന് ചോദിച്ചാൽ ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ് ടാഗോറും ചേർന്ന് അവതരിപ്പിച്ച ഒരു നാടകത്തിലൂടെയാണ്. തുടർന്ന്
ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു പാശ്ചാത്യ സാഹിത്യ രൂപമായിരുന്ന നോവലിനെ ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള മാധ്യമമാക്കി മാറ്റി. അഥവാ അദ്ദേഹം ഒരു നോവൽ എഴുതി. അത്രയും കാലം ഇന്ത്യക്കാർക്ക് അത്ര പരിചയമുണ്ടായിരുന്ന ഒരു സാഹിത്യ രീതിയല്ല നോവൽ. അതൊക്കെ ഇംഗ്ലീഷുകാർക്ക് സുപരിചിതമായിട്ടുള്ളൊരു രീതിയായിരുന്നു. അപ്പോൾ അതിനെ ആശ്രയിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു നോവൽ എഴുതി. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം, PYQ ആണ്, ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി അദ്ദേഹം എഴുതിയ നോവലാണ് ആനന്ദമഠം. അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. ഇതിലൂടെ ബംഗാളിലെ കർഷകരുടെ അവസ്ഥയും സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസവും ഇന്ത്യയിലെ ജനങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ ഒരു ആനന്ദമഠത്തിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എന്ന നമ്മുടെ ദേശീയ ഗാനം എടുത്തിട്ടുള്ളത്. ഇതെല്ലാം PYQ ആണ് കേട്ടോ. ആനന്ദമഠം, ബങ്കിം ചന്ദ്ര ചാറ്റർജി, സന്യാസി കലാപമാണ് പ്രമേയം, വന്ദേ മാതരം ഇതിലാണ് ഉള്ളത്. ബംഗാളി നാടകകൃത്തായ, അപ്പോൾ ബംഗാളിന് നമ്മുടെ സ്വതന്ത്ര സമരത്തിൽ വലിയ പങ്കുണ്ടെന്ന് നമ്മൾ തുടക്കം മുതലേ പറയുകയാണ്. അപ്പോൾ ബംഗാളി നാടകകൃത്തായ ദിനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ, അതിൻ്റെ പുറംചട്ടയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നീൽ ദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ചു. അപ്പോൾ പേരിൽ തന്നെയുണ്ട് നീൽ ദർപ്പൺ. നീലം കർഷകർ അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയ ആ രചനയാണ് നീൽ ദർപ്പൺ. ഇതൊരു നാടകമാണ്. 100 കണക്കിന് വേദികളിൽ അരങ്ങേറിയ ഈ നാടകത്തെ വർദ്ധിച്ച ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നീൽ ദർപ്പണെ പ്രചരിപ്പിച്ചത് ഇന്ത്യൻ അസോസിയേഷനാണ്. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ കർഷക കലാപങ്ങൾക്ക് ഈ നാടകം പ്രചോദനമായി. അപ്പോൾ നീൽ ദർപ്പൺ, ആനന്ദമഠം 2 കൃതികൾ നമ്മൾ പഠിച്ചു. വീണ്ടും വരാം. സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര, നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു പാട്ട് അല്ലേ എന്ന ഗാനം രചിച്ച് ഉറുദു കവിയായ അല്ലാമ ഇഖ്ബാൽ, ഈ ഒരു ഗാനം എഴുതിയിരിക്കുന്നത് ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലാണ്. അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയും ജനങ്ങളുടെ ഐക്യത്തെയും പാടിപ്പുകഴ്ത്തി. ഇന്ത്യ എന്ന ഏകരാഷ്ട്രത്തെക്കുറിച്ചുള്ള ബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ ഇവരുടെ രചനകൾ കാരണമായി. വിവിധ ഭാഷകളിൽ നിരവധി സാഹിത്യകാരന്മാർ രാജ്യസ്നേഹവും ദേശാഭിമാന ബോധവും തുളുമ്പുന്ന കൃതികൾ രചിച്ചു. ഇതാണ് നമ്മുടെ മുഹമ്മദ് ഇഖ്ബാൽ. അപ്പോൾ ചില കൃതികളെക്കുറിച്ച് ഇവിടെ കൊടുക്കുകയാണ്. ഒന്ന് ടാഗോർ, ബഹുമുഖ പ്രതിഭയാണ് രവീന്ദ്രനാഥ് ടാഗോർ അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഗോര ഗീതാഞ്ജലി. ഗീതാഞ്ജലിക്ക് നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്, സാഹിത്യത്തിൽ നൊബേൽ സമ്മാനം. ആദ്യമായിട്ട് സാഹിത്യത്തിൽ നൊബേൽ സമ്മാനം കിട്ടുന്ന ഇന്ത്യക്കാരൻ കൂടിയാണ് ടാഗോർ. അപ്പോൾ ഗീതാഞ്ജലി, ഗോര ബംഗാളി ഭാഷയിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ഇനി പ്രേംചന്ദിലേക്ക് വരാം. നിങ്ങൾ ഹിന്ദിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും പ്രേംചന്ദിൻ്റെ കവിതകൾ. അപ്പോൾ ഹിന്ദിയിലാണ് അദ്ദേഹം എഴുതുന്നത്. സേവാസദൻ, പ്രേമ ആശ്രമം, രംഗഭൂമി, ഗോദൻ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദൻ. ഇനി സുബ്രഹ്മണ്യ ഭാരതിയിലേക്ക് വരാം. അദ്ദേഹം തമിഴിലാണ് എഴുതുന്നത്. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. ഇത് 4 സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ്. ദെൻ അൽതാഫ് ഹുസൈൻ ഹാലി, ഉറുദു കവിയാണ്, ഉറുദുവാണ്. ഹയാത്തി സാദി, ഹയാത്തി ജവീദ്. ഹയാത്തി സാദി, ഹയാത്തി ജവീദ്, അൽതാഫ് ഹുസൈൻ ഹാലി. പിന്നീട് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ, അദ്ദേഹം മറാത്തിയിലാണ് എഴുതിയിരുന്നത്. നിബന്ധമാല. ഇനി വള്ളത്തോൾ നാരായണ മേനോനിലേക്ക് വരാം. നമ്മുടെ മലയാള കവിയായിട്ടുള്ള വള്ളത്തോൾ നാരായണ മേനോൻ. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി,
ഇന്ത്യയുടെ കരച്ചിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ഇതൊക്കെ ഉദാഹരണം മാത്രമാണ്. മലയാളത്തിൽ തന്നെ ഒരുപാട് ആളുകൾ എഴുതിയിട്ടുള്ളത് നമുക്കറിയാം അല്ലേ. ഇനി വരിക വരിക സഹചരെ, നമുക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ള പാട്ടാണല്ലേ. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന നിരവധി കവിതകളും ഗാനങ്ങളും മലയാളത്തിലും രചിക്കപ്പെട്ടു. അക്കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒന്നാണ് അംശി നാരായണ പിള്ള രചിച്ച വരിക വരിക സഹചരെ. അപ്പോൾ വരിക വരിക സഹചരെ എന്ന ഗാനം എഴുതിയിരിക്കുന്നത് അംശി നാരായണ പിള്ള. അംശി നാരായണ പിള്ള. ആ കവിതയുടെ വരികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കലയിലേക്ക് വരാം. സാഹിത്യം പറഞ്ഞു, കല. ബംഗാളി ചിത്രകാരനായ അബനീന്ദ്രനാഥ ടാഗോർ. ഒരു കാര്യം പറയട്ടെ, ഇത് കല, സാഹിത്യം, സംസ്കാരം, അങ്ങനെ കുറേ ടോപ്പിക്സ് ആണ്. എല്ലാവർക്കും ദഹിക്കണമെന്നില്ല. ഒരു അത്ര കണ്ട് സുഖമുള്ളൊരു ടോപ്പിക്കല്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഇപ്പോൾ 1 മണിക്കൂർ എന്ന ക്ലാസ് ആയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ലെങ്തിയാണ് അല്ലേ. കാരണം ഇതിൽ പറയുന്നതെല്ലാം പോയിന്റുകളാണ്. സോ നിങ്ങളൊരു അരമണിക്കൂർ സ്പ്ലിറ്റ് ചെയ്ത് കണ്ടാലും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ മനസ്സിലാക്കി ക്ലാസ് കേൾക്കുക, അതനുസരിച്ച് നോട്ട് തയ്യാറാക്കുക, ആക്ടിവിറ്റീസ് ചെയ്യുക. ഇതാണ് പ്രധാനം. ഓക്കെ. ബംഗാളി ചിത്രകാരനായ അബനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച ജലഛായാചിത്രമാണിത്, ഭാരതമാത എന്ന ചിത്രം. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം, വസ്ത്രം, വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരതമാതാവിനെയാണ് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുള്ളത്. ഓരോ കൈകളിലും ഓരോ സാധനങ്ങളുണ്ട്. ആഹാരം, വിദ്യാഭ്യാസം, അതിനെയൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അബനീന്ദ്രനാഥ ടാഗോറിൻ്റെ ചിത്രമാണ് ഭാരതമാത. അബനീന്ദ്രനാഥ ടാഗോറിൻ്റെ ചിത്രമാണ് ഭാരതമാത. ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ ഈ ചിത്രം നിർണായക പങ്ക് വഹിച്ചു. തുടർന്ന് പല രൂപത്തിൽ ഭാരതമാതയുടെ ചിത്രം ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പ്രചാരത്തിലായി. അപ്പം ഭാരതമാതയെ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അബനീന്ദ്രനാഥ ടാഗോർ. മുൻകഴിഞ്ഞ ക്ലാസ്സുകളിൽ എവിടെയോ ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കാനും ഭാരതീയ സംസ്കാരത്തിലും ദേശീയ പാരമ്പര്യത്തിലും അടിയുറച്ച് പൗരസ്ത്യ ചിത്രകലയുടെ പ്രോത്സാഹനത്തിനുമായി അദ്ദേഹം കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ്, അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ അല്ല, അബനീന്ദ്രനാഥ ടാഗോർ. പാശ്ചാത്യ രീതി ഉൾക്കൊണ്ടുകൊണ്ട് മലയാളിയായ രാജാ രവിവർമ്മ ഇന്ത്യൻ പുരാണങ്ങളിലെയും സാഹിത്യകൃതികളിലെയും വിവിധ സന്ദർഭങ്ങൾ ചിത്രീകരിച്ചു. ഇന്ത്യയിലെ ശ്രദ്ധേയമായ സാഹിത്യകൃതികളിൽ നിന്നും ചരിത്ര സംഭവങ്ങളിൽ നിന്നും ഉള്ള സന്ദർഭങ്ങളെയാണ് നന്ദലാൽ ബോസ് തൻ്റെ ചിത്രങ്ങളിൽ വിഷയങ്ങളാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ രാജാ രവിവർമ്മയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഇന്ത്യൻ പുരാണങ്ങളിൽ നിന്നും സാഹിത്യകൃതികളിൽ നിന്നുമാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത്. ഇനി നന്ദലാൽ ബോസ് ചെയ്തത് എന്താ? ഇന്ത്യയിലെ ശ്രദ്ധേയമായ സാഹിത്യകൃതിയിൽ നിന്നും ചരിത്ര സംഭവങ്ങളിൽ നിന്നുമാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത്. നന്ദലാൽ ബോസിൻ്റെ പ്രശസ്തമായിട്ടുള്ള ചിത്രമാണ് സതി. സതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം. സതി എന്താണെന്നറിയാലോ? ഇന്ത്യയിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളിലൊന്നായ സതി അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണത്. ആരെയും സ്പർശിക്കുന്ന ഈ ചിത്രം ഇത്തരം ദുരാചാരങ്ങൾക്കെതിരായ മനോഭാവം ഇന്ത്യയിൽ വളർത്താൻ കാരണമായി. അദ്ദേഹത്തിൻ്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ, നന്ദലാൽ ബോസിൻ്റെ തന്നെ മറ്റൊരു ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ, വില്ലേജ് ഡ്രമ്മർ. 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നന്ദലാൽ ബോസിൻ്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രമാണ്. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളാണ് വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ അമൃത ഷേർഗിൽ ചിത്രീകരിച്ചത്. ഇന്ത്യയിലെ ജീവിതത്തെയും സംസ്കാരത്തെയും ചിത്രീകരിച്ച ഇവരുടെ സൃഷ്ടികൾ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരൊറ്റ ഇന്ത്യയുടെ ചിത്രം വരച്ചു. അപ്പോൾ ചിത്രകാരന്മാരും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ രാജ്യത്തിന് സേവനം ചെയ്തു. ഇതാണ് നന്ദലാൽ ബോസിൻ്റെ സതി എന്ന ചിത്രം കേട്ടോ. സതി എന്ന ചിത്രം. ഇതാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം. നന്ദലാൽ ബോസിൻ്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ. ഇത് അമൃത ഷേർഗിലിൻ്റെ ഗ്രാമീണ ജീവിതം എന്ന ചിത്രം. ഈ ചിത്രങ്ങളൊക്കെ ശ്രദ്ധിച്ചല്ലോ.
ഇന്ത്യൻ ജനതയിൽ ദേശീയ ഐക്യം വളർത്താൻ സഹായിക്കുന്ന ദേശീയ ചിഹ്നങ്ങളാണിവ. ഇതോടൊപ്പം രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ദേശീയ ഗാനവും ദേശീയ ബോധം സൃഷ്ടിക്കാൻ സഹായകമായി. അപ്പോൾ ജനഗണ എന്ന നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. സ്വദേശി സമരകാലത്താണ് ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത്. അപ്പോൾ സ്വദേശി സമരകാലത്താണ് നമ്മുടെ ത്രിവർണ പതാക, ആദ്യത്തെ ത്രിവർണ പതാക, ഇന്ന് കാണുന്ന രീതിയിലല്ല, 3 നിറമുള്ള പതാക എന്ന അർത്ഥത്തിനാണ് ത്രിവർണ പതാക. ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന 8 താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകമായി ഒരു അർദ്ധചന്ദ്രനും അടങ്ങിയതായിരുന്നു ആ പതാക. അപ്പോൾ ആ പതാകയിലുണ്ടായിരുന്നത് എന്തൊക്കെയാണ്? 3 വർണ്ണങ്ങളുണ്ട്, 8 പ്രവിശ്യകളെ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ സൂചിപ്പിക്കുന്ന 8 താമരകളുണ്ട്, ഹിന്ദു മുസ്ലിം ഐക്യത്തെ സൂചിപ്പിക്കുന്ന അർദ്ധചന്ദ്രനുമുണ്ട്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്കയോടുകൂടിയ ദേശീയ പതാകയ്ക്ക് രൂപം നൽകി. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, നടുക്ക് ചർക്ക വരുന്നത്. അപ്പോൾ അത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചതാണ്. ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിൻ്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിൻ്റെയും പ്രതീകമായിരുന്നു ചർക്ക. 1947 ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത്. ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിക്കുന്നത് 1947 സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്ത ദേശീയ മുദ്രയെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേശീയ ഗീതങ്ങളും ചിത്രങ്ങളും ചിഹ്നങ്ങളും ഇന്ത്യയുടെ സ്വതന്ത്ര പ്രക്ഷോഭത്തിലുടനീളം ഉപയോഗിക്കപ്പെട്ടു. ഇത് ഇന്ത്യൻ ജനതയിൽ ദേശീയബോധം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഇന്ത്യൻ ദേശീയത ആവിർഭവിച്ചത് 19-ാം നൂറ്റാണ്ടിലാണെങ്കിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദേശീയ സമരം ആരംഭിക്കുന്നത് വളരെ മുൻപ് തന്നെ ഇന്ത്യൻ ജനത ഒരു രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു. തങ്ങൾക്ക് പരമാധികാരമുള്ള രാജ്യത്ത് ഇന്ത്യയുടെ ആധുനികവൽക്കരണം നടപ്പിലാക്കാൻ അവർ ആഗ്രഹിച്ചു. സ്വാതന്ത്ര്യവും സമത്വവും പരമാധികാരവും നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ തീവ്രമായ ആഗ്രഹം സാഹിത്യം, കല, വിദ്യാഭ്യാസം, പത്രപ്രവർത്തനം, സാമൂഹിക പരിഷ്കരണം എന്നീ മേഖലകളിൽ പ്രതിഫലിച്ചു. ഇത് ഇന്ത്യൻ ദേശീയതയ്ക്ക് ഉണർവേകി. അപ്പോൾ ഇന്ത്യക്ക് ഒരു ദേശീയ ബോധം വേണമെന്നും ആധുനികവൽക്കരണം നടപ്പിലാക്കണമെന്നൊക്കെ നമ്മുടെ നേതാക്കന്മാർ വളരെ മുമ്പ് തന്നെ ആലോചിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന പല സൗകര്യങ്ങളും. ഇനി നമ്മുടെ ദേശീയ പതാകയെക്കുറിച്ച് ചെറിയൊരു ഫാക്റ്റ് കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഇന്ത്യൻ സ്വതന്ത്ര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ധീര വനിതകളിൽ ഒരാളാണ് മാഡം ഭിക്കാജി ഗാമ. മാഡം ഭിക്കാജി ഗാമ ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി ഗാമയാണ്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ വെച്ച് ഇന്ത്യൻ പതാക ആദ്യമായിട്ട് ഉയർത്തുന്നത് മാഡം ഭിക്കാജി ഗാമയാണ്. 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ വെച്ച് നടന്ന 2ാം ഇൻ്റർനാഷണൽ സമ്മേളനത്തിലാണ് ത്രിവർണ പതാക ഉയർത്തിയത്. അപ്പോൾ പഴയ ത്രിവർണ പതാകയാണ്. 1907 ജർമ്മനിയിൽ സ്റ്റഡ്ഗർട്ടിൽ വെച്ച് നടന്ന 2ാം ഇൻ്റർനാഷണൽ സമ്മേളനത്തിലാണ് ആ ഒരു പതാക ഉയർത്തുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞു, പത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു, വിദ്യാഭ്യാസം പറഞ്ഞു, സാഹിത്യം പറഞ്ഞു, കല പറഞ്ഞു അല്ലേ? അപ്പോൾ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്താ ചെയ്തത്? ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എതിർത്തു ഇന്ത്യയുടെ ആധുനികവൽക്കരണത്തിന് നിലകൊണ്ടു. പത്രങ്ങൾ ചെയ്തത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ചൂഷണ സ്വഭാവം ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു. ഇനി വിദ്യാഭ്യാസത്തിലൂടെ വിദേശ ഭരണത്തെ നേരിടാനായി തദ്ദേശീയമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് രൂപം നൽകി. സാഹിത്യം വിവിധ രംഗങ്ങളിൽ ഇന്ത്യക്കാർ അനുഭവിച്ച ദുരിതങ്ങൾ പ്രമേയമാക്കി ദേശസ്നേഹം തുളുമ്പുന്ന കൃതികൾ രചിച്ചു. കലാമേഖലയിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ അവസ്ഥ ചിത്രീകരിച്ച് ഇന്ത്യയാകെ ഒന്നായി കണ്ടുകൊണ്ടുള്ള ചിത്രങ്ങൾ വരച്ചു. സോ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇനിയൊരു ഏകദേശം 2 ചാപ്റ്റർ കൂടി കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യ ചരിത്രം കംപ്ലീറ്റ് ആവും. കേരള ചരിത്രം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. SCRT ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം ടോപ്പിക്കുകളുടെ SCRT കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ NCRTയിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഓരോ ടോപ്പിക്സും കവർ ചെയ്ത് വരണമെങ്കിൽ നമ്മുടെ ചാനലിന് കിട്ടുന്ന ആ ഒരു പ്രതികരണങ്ങളും പിന്തുണയും പോലിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എപ്പോഴും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് സർവ്വവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ.